കൂട്ടിക്കൽ കൊക്കിയാർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോൾ കൂട്ടിക്കൽ ടൗണിന് സമീപം വനം വകുപ്പിന്റെ അധീനതയിലുള്ള കെട്ടുവും സ്ഥലവും വെറുതെ കിടന്ന് നശിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വനം വകുപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കൊക്കിയാർ ഉണുമ്പിക്കൽ അടക്കമുള്ള മേഖലയിലെ വനസംരക്ഷണത്തിനായിട്ടായിരുന്നു ഇവിടെ ഫോറസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പ്രദേശത്ത് ജനവാസം കൂടുകയും വനസാന്ദ്രത കുറയുകയും ചെയ്തതോടെ ഫോറസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം നിലച്ചു. പിന്നീട് ഇത് വനം വകുപ്പിന്റെ ജീവനക്കാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സാക്കി മാറ്റി. 2014 വരെ ഇവിടെ വനം വകുപ്പ് ജീവനക്കാർ താമസിച്ചിരുന്നു. പിന്നീട് ഇവിടെ ഉദ്യോഗസ്ഥർ താമസിക്കാതെയായി. ആരും തിരിഞ്ഞു നോക്കാതെ കഴിഞ്ഞ 11 വർഷമായി കെട്ടിടവും സ്ഥലവും വെറുതെ കിടന്നതോടെ കെട്ടിടം പൂർണ്ണമായും നാശത്തിന്റെ വാക്കിലെത്തി. കെട്ടിടത്തിന് സമീപത്തായി വൻ മരങ്ങളാണ് വളർന്നു നിൽക്കുന്നത്. ഇത് മേഖലയിൽ വലിയ സുരക്ഷാ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ഒപ്പം സമീപ വീടുകളിൽ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ മ്ലാക്കരയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. കൊക്കയാർ പഞ്ചായത്തിന്റെ ഉറുമ്പിക്കര, മേലോരം, മുക്കുളമടക്കമുള്ള പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ കാട്ടുപന്നി ശല്യവും വർദ്ധിക്കുകയാണ്. കൂട്ടിക്കൽ ടൗണിന് സമീപം വനം വകുപ്പിന്റെ അധീനതയിലുള്ള കെട്ടിടത്തിൽ വനം വകുപ്പിന്റെ സേവനം കാര്യക്ഷമമാക്കുവാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. കൂട്ടിക്കൽ ടൗണിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള എൻ്റെ പിന്നിലായി കാണപ്പെടുന്ന ഈ ബിൽഡിങ് 2014 മുതൽ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിലും തൊട്ടടുത്ത പഞ്ചായത്തായ കൊക്കയാർ പഞ്ചായത്തിൻ്റെയും പല മേഖലകളിലും വന്യമൃഗശല്യം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ കണ്ടെത്തുകയും അതോടൊപ്പം കാട്ടുപോത്തും കാട്ടുപന്നിയുടെയും എല്ലാം ശല്യം പ്രദേശവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ബിൽഡിങ് ഏതാണ്ട് 2014 വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ്. ഇവിടെ ആൾതാമസവും എല്ലാം ഉണ്ടായിരുന്നു. ഏതാണ്ട് 11 വർഷക്കാലമായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് ഈ ബിൽഡിങ്. ഇപ്പോൾ ഇത് അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇത് പ്രവർത്തിക്കാനുള്ള നടപടികൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്യുന്ന കാര്യമാണ്. തൊട്ടടുത്ത ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത താമസക്കാർക്ക് വരെ ഇഴജന്തുക്കളുടെയും അതുപോലുള്ള ജീവികളുടെയും എല്ലാം ശല്യം ഈ ബിൽഡിങ്ങിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഈ ബിൽഡിങ് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കൂട്ടിക്കൽ പഞ്ചായത്തിൽ തൊട്ടടുത്ത പഞ്ചായത്തായ കൊക്കയാർ പഞ്ചായത്തിലും ഉള്ള ജനങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ ബിൽഡിങ് ഒന്ന് നവീകരിച്ച് പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമോ അപകടമോ ഉണ്ടായാൽ നിലവിൽ കിലോമീറ്റർ ദൂരെയുള്ള വണ്ടൻപതാലിൽ നിന്ന് വേണം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇവിടേക്ക് എത്തിച്ചേരുവാൻ. ഇത് പലപ്പോഴും അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്യും. ഇതിന് പരിഹാരമാകും പ്രദേശത്ത് വനം വകുപ്പിൻ്റെ ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചാൽ. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.